എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവന്നിരുന്ന ഒരു ക്ലാസ്സിൽ ഒരു മാർക്ക് എന്ന ഒരു സീരീസിൻ്റെ 10ാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷകളിൽ PSC ചോദിച്ച കുറച്ച് പ്രീവിയസ് കുറച്ച് കിടിലൻ മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്തിനാണ് വീണ്ടും അത് തന്നെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ മകളെ കഴിഞ്ഞ 10th പ്രിലിംസ് എഴുതാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് 10th പ്രിലിംസ് എഴുതുന്നവർ അവർക്ക് വേണ്ടി എത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് ഒരു ആശങ്കയുള്ളവർക്ക് മുൻപിലാണ് നമ്മൾ ഈ ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളും ഇതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകളും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. മകളെ മാക്സിമം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങളുടെ പ്രീവിയസ് ചോദ്യങ്ങൾ, ഇതേ മോഡലുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ലഭിക്കുമെങ്കിൽ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ശരിയായ ക്രമീകരണം ഏതാണ്? കണ്ടോ മക്കളെ, ഓപ്ഷൻ ഉണ്ട്: ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ട് നമ്പർ. അതേപോലെ വീട്ട് നമ്പർ, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ട് നമ്പർ. അതേപോലെ പഞ്ചായത്ത്, വീട്ട് നമ്പർ, സംസ്ഥാനം, ജില്ല. ഓക്കെ, നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവനോട് ബന്ധപ്പെട്ട ഒരു 4 വാക്കുകളെ ബന്ധപ്പെടുത്തിയാണ് ശരിയായ ക്രമീകരണം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിനകത്തിൽ തന്നിരിക്കുന്ന 4 വാക്കുകളും സെയിം തന്നെയാണ്. ഓക്കെ, ഏതൊക്കെയാ? ജില്ലയുണ്ട്, സംസ്ഥാനമുണ്ട്, പഞ്ചായത്തുണ്ട്, വീട്ട് നമ്പറുണ്ട്. നമ്മളിവിടെ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ചെറുതിൽ നിന്നും, അപ്പോൾ ഏറ്റവും ചെറുത് എന്താണെന്ന് നമുക്കറിയാം, വീട്ട് നമ്പറാണ്. മക്കളെ ഏറ്റവും ചെറുത് വീട്ട് നമ്പറാണ്. ശരിയാണോ? വീട്ട് നമ്പർ അതാണ് ഫസ്റ്റ് ആയിട്ട് വരേണ്ടത്. ഏറ്റവും ചെറുതിൽ തുടങ്ങിയാൽ വീട്ട് നമ്പർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്താണ്? പഞ്ചായത്താണ്. പഞ്ചായത്ത്. വീട്ട് നമ്പർ കഴിഞ്ഞാൽ പഞ്ചായത്ത്. ഓക്കെ, വീട്ട് നമ്പർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് പഞ്ചായത്താണ്, കുറച്ചുകൂടെ വലുത് പഞ്ചായത്ത്. അതിനുശേഷം മക്കളെ ജില്ല, അതിനുശേഷം ജില്ല, അതിനുശേഷം സംസ്ഥാനം, അതിനുശേഷം സംസ്ഥാനം. ഈ ഒരു ക്രമമാണ് പാലിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ തുടങ്ങി വലുതിൽ അവസാനിക്കുന്നു. നമ്മൾ കണക്കിലൊക്കെ പറഞ്ഞാൽ ആരോഹണ ക്രമം എന്നൊക്കെ പറയും. ആരോഹണ ക്രമം നോക്കി: വീട്ട് നമ്പർ, പഞ്ചായത്ത്, അതിനുശേഷം പഞ്ചായത്തിനേക്കാൾ വലുത് ജില്ല, പിന്നെ സംസ്ഥാനം. ഇങ്ങനെ പാലിക്കുന്ന ജോഡി ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പാലിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? വീട്ട് നമ്പറിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വീട്ട് നമ്പർ. വീട്ട് നമ്പർ കഴിഞ്ഞ് പിന്നെ സംസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം വീട്ട് നമ്പർ കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്താണ് വരേണ്ടത്. അപ്പം മനസ്സിലായി? അതല്ല. എടാ, ആദ്യം തുടങ്ങുവാണെങ്കിൽ വീട്ട് നമ്പറിൽ തുടങ്ങണം. വീട്ട് നമ്പറിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ വീട്ട് നമ്പറിൽ തുടങ്ങിയതിന് ശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാക്ക് അവർ സംസ്ഥാനം എന്നാണ്. നമുക്കറിയാം വീട്ട് നമ്പർ കഴിഞ്ഞാൽ രണ്ടാമത് വരേണ്ടത് പഞ്ചായത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചതുപോലെ ഒരു ഓപ്ഷൻ അവരുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ആരോഹണ ക്രമം എന്ന് പറഞ്ഞതുപോലെ അവരോഹണ ക്രമം ഉണ്ടോ നോക്കാം. തിരിച്ച്, അതായത് വലുതിൽ തുടങ്ങി ചെറുതിൽ അവസാനിക്കുന്ന ക്രമം ഉണ്ടോ നോക്കാം. വലുതിൽ തുടങ്ങി ചെറുതിൽ അവസാനിക്കുന്നത്. മക്കളെ ഏറ്റവും വലുത് ഏതാണ്? പറ. ഏറ്റവും വലുത് സംസ്ഥാനം. ശരിയാണോ? ഏറ്റവും വലുത് സംസ്ഥാനം. സംസ്ഥാനത്തിന് ശേഷം തൊട്ട് താഴെ ജില്ല, തിരിച്ചെഴുതിയാൽ ജില്ല. അതിനുശേഷം തൊട്ട് താഴെ പഞ്ചായത്ത്, പഞ്ചായത്ത്. ശരിയാണോ? പഞ്ചായത്ത്. അതിനുശേഷം തൊട്ട് താഴെ വീട്ട് നമ്പർ, വീട്ട് നമ്പർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക് മക്കളെ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സംസ്ഥാനത്തിൽ തുടങ്ങി വീട്ട് നമ്പറിൽ അവസാനിക്കുന്ന ഒരു ഓപ്ഷൻ നോക്കാം. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ട് നമ്പർ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മക്കളെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ കരുതിയിരിക്കണം. ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. അപ്പം മക്കളെ ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു ഒന്ന് പറഞ്ഞോട്ടെ. അതായത് പുല്ല്, കഴുകൻ, പാമ്പ്, പുൽച്ചാടി, തവള. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു ക്രമീകരണമാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. പണ്ട് നമ്മൾ 8ലൊക്കെ പഠിക്കുമ്പം നമ്മുടെ ഭക്ഷ്യ ശൃംഖല, ഫുഡ് ചെയിൻ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതും മക്കളെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പറ, ഇതിനകത്തിൽ ഏറ്റവും ആദ്യം ആരെ എഴുതണം? ഏറ്റവും ആദ്യം നമുക്കറിയാം, ഏറ്റവും ആദ്യം നമ്മൾ ഹരിത സസ്യത്തെ എഴുതും. ഹരിത സസ്യം പുല്ല്.
ശരിയായ ക്രമീകരണം മക്കളെ, ശരിയായ ക്രമീകരണം പുല്ല്. പുല്ലിനെ പുൽച്ചാടി തിന്നും. പുൽച്ചാടി ശരിയാണോ? പുൽച്ചാടി. ഓക്കെ, പുൽച്ചാടിയെ ആര് തിന്നും? തവള തിന്നും. തവള. ഓക്കെ, തവളയെ ആര് തിന്നും? പാമ്പ് തിന്നും. പാമ്പ്. ഓക്കെ, പാമ്പ്. പാമ്പിനെ ആര് തിന്നും? കഴുകൻ. കഴുകൻ. ഇതാണ് ശരിയായ ക്രമീകരണം. ഒന്നുകിൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. അതല്ലെങ്കിൽ നേരെ തിരിച്ച് കഴുകൻ, പാമ്പ്, തവള, പുൽച്ചാടി, പുല്ല്. ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം ഫാക്റ്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം നമുക്ക് വരാൻ പോകുന്ന 10th പ്രിലിംസിന് പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ? പറഞ്ഞിട്ട് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഓസ്കാർ സിനിമ മക്കളെ, സമാന ബന്ധങ്ങൾ അഥവാ അനലോഗി എന്നൊരു ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഓസ്കാർ സിനിമ, അതായത് ഓസ്കാർ എന്ന അവാർഡ് കൊടുക്കുന്നത് മക്കളെ സിനിമയ്ക്ക് എങ്കിൽ ആദ്യ ജോഡിയുടെ ബന്ധം മനസ്സിലാക്കി രണ്ടാമത്തെ ജോഡി പൂർത്തീകരിക്കുക എന്നതാണ് ചോദ്യം. ആദ്യ ജോഡിയുടെ ബന്ധം മനസ്സിലാക്കി രണ്ടാമത്തെ ജോഡി പൂർത്തീകരിക്കുക. ഓക്കെ, എങ്കിൽ ബുക്കർ പ്രൈസ് മക്കളെ, ബുക്കർ പ്രൈസ് നമുക്കറിയാം. ഓസ്കാർ പ്രൈസ് കൊടുക്കുന്ന സിനിമയ്ക്ക് എങ്കിൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് സാഹിത്യത്തിനാണ്. ശരി ഉത്തരം സാഹിത്യം. ബുക്കർ പ്രൈസ് എന്തിനുള്ളതാ? സാഹിത്യം. ഓക്കെ, ബുക്കർ പ്രൈസ് സാഹിത്യം. ക്ലിയർ അല്ലേ? അതേപോലെ ഓരോ കളിയും കളിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ഉദാഹരണം പറഞ്ഞാൽ മക്കളെ ഇത്രയേ ഉള്ളൂ. വോളിബോൾ. 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 വോളിബോളിലെ കളിക്കാരുടെ എണ്ണമാണ് 6. അങ്ങനെയെങ്കിൽ കബഡി. കബഡി ഡാഷ് എന്ന് കൊടുക്കാറുണ്ട്. കബഡി ഡാഷ്. കബഡിയിലെ കളിക്കാരുടെ എണ്ണം എത്ര? 7. തീർച്ചയായിട്ടും കബഡിയിലെ കളിക്കാരുടെ എണ്ണം 7. അതുപോലെ ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ മക്കളെ, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം 11. HCF 11 എന്ന് പഠിച്ചു നോക്ക്. HCF 11 എന്ന് പഠിച്ചു നോക്ക്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം 11. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം 11. ഓക്കെ, അതേപോലെ പിന്നെയും ചോദിക്കാറുണ്ട്. ഹെമറ്റോളജി. ഹെമറ്റോളജി അല്ലെങ്കിൽ ഹിമറ്റോളജി എന്നത് രക്തം മക്കളെ. ഹിമറ്റോളജി എന്നത് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, ഹിമറ്റോളജി എന്നുള്ളത് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. എങ്കിൽ ഡാഷ് കൊടുത്തിട്ട് വൃക്ക എന്ന് കൊടുക്കും. വൃക്കയെക്കുറിച്ചുള്ള പഠനം. ഓക്കെ, അതല്ലെങ്കിൽ ക്യാൻസർ എന്ന് കൊടുക്കാറുണ്ട്. ക്യാൻസർ ഇങ്ങനെ ക്യാൻസർ എന്ന് കൊടുക്കും. ഓക്കെ, എന്താണ് ഹിമറ്റോളജി രക്തമാണ് എങ്കിൽ ക്യാൻസർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം രോഗങ്ങളും അവയെക്കുറിച്ചുള്ള പഠനങ്ങളും പഠിച്ചു വെക്കണം. കളിയും കളിക്കാരുടെ എണ്ണവും പഠിച്ചു വെക്കണം. അതേപോലെ രാജ്യങ്ങളും തലസ്ഥാനങ്ങളും പഠിച്ചു വെക്കണം മക്കളെ. രാജ്യങ്ങളും തലസ്ഥാനങ്ങളും. അതുപോലെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും പഠിച്ചു വെക്കണം. നമുക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം എന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ അർത്ഥമാക്കുന്നത്. മക്കളെ, 10ന്റെ സ്ക്വയർ 100 എങ്കിൽ 100ന്റെ സ്ക്വയർ എത്ര? വീണ്ടും ഒരു അനലോഗി തന്നെയാണ്. 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ് എങ്കിൽ 100ന്റെ സ്ക്വയർ എത്ര എന്നതാണ് ചോദ്യം. 100ന്റെ സ്ക്വയർ സംഭവം സിമ്പിളാണ്. നമുക്കറിയാം 10ന്റെ സ്ക്വയർ ആണ് 100 എങ്കിൽ 100ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നുമില്ല 10,000. കാര്യം 100ന്റെ 2 0 ഉണ്ട്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 0 10,000. ഓപ്ഷൻ ബി 10,000 ആണ് ശരി ഉത്തരം. ഓക്കെ, 10,000. ക്ലിയർ. അതേപോലെ വ്യത്യസ്തമായ രീതി ഒറ്റയാനെ കണ്ടെത്തൽ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റയാനെ കണ്ടെത്തൽ മക്കളെ, ഒറ്റയാനെ കണ്ടെത്തൽ ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ചതുരം, ത്രികോണം, സാമാന്തരികം. ഇത് ലംബകം. ഇതാണ് ലംബകം. പറ, ഇതിനകത്തിൽ ഒറ്റയാനാരാ? വ്യത്യസ്തമായ ഏതാ? അതെ, ത്രികോണമാണ് ശരി ഉത്തരം. കാര്യം എന്താ? ത്രികോണത്തിന് മാത്രം മക്കളെ 3 വശങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ രൂപങ്ങൾക്കും 4 വശങ്ങളുണ്ട്. ശരിയല്ലേ? ത്രികോണത്തിന് മാത്രം 3 വശങ്ങൾ, ബാക്കിയുള്ള എല്ലാവർക്കും 4 വശങ്ങൾ. ഓക്കെ, അതേപോലെ അപ്പോൾ ഒറ്റയാനെ കണ്ടെത്താൻ മക്കളെ ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. അപ്പം നിങ്ങൾ 2D ഫിഗറുകളെ 3D ഫിഗറുകളെ പഠിക്കണം.
ഒറ്റയാനെ കണ്ടെത്തുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ പഠിക്കണം എന്ന് പറയാൻ പോവുക. 2D 3D മക്കളെ 2D ഫിഗറുകൾ ഏതൊക്കെയാണ്? 2D ഫിഗറുകൾ 2D 2 ഡയമെൻഷണൽ നമ്മൾ പറഞ്ഞാൽ ചതുരം, ഓക്കെ, ചതുരം, സമചതുരം, സമചതുരം, ഓക്കെ, സമചതുരം, അതുപോലെ ദാ സാമാന്തരികം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, സമഭുജ സാമാന്തരികം, ഓക്കെ, സമഭുജ സാമാന്തരികം, ലംബകം, വൃത്തം, ഓക്കെ, വൃത്തം, അതുപോലെ പഞ്ചഭുജം, പിന്നെ ഷഡ്ഭുജം എന്ന് തുടങ്ങുന്ന എല്ലാവരും 2D ഫിഗറുകളാണ്. അപ്പോൾ 3D ഫിഗർ എന്തൊക്കെയാണ്? 3D ഫിഗർ 3D മക്കളെ ഗോളം, ഗോളം, ഓക്കെ, ഗോളം, അർദ്ധഗോളം, 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 ഓക്കെ, വൃത്തസ്തംഭം, വൃത്തസ്തൂപിക, വൃത്തസ്തംഭം, വൃത്തസ്തൂപിക, അതുപോലെ ചതുരസ്തംഭം, ചതുരസ്തൂപിക, സ്തംഭങ്ങളും സ്തൂപികളും, മക്കളെ സ്തംഭങ്ങളും സ്തൂപികളും ഇതെല്ലാം 3D ആണ്. ഓക്കെ, സ്തംഭങ്ങളും സ്തൂപികകളും മൊത്തം 3D ആണ്. അപ്പോൾ 2Dയും 3Dയും വൃത്തിയായിട്ട് പഠിക്കണം. അതുപോലെ മക്കളെ ഇങ്ങനെ ചോദിക്കും, ദാ വൃത്തം, വൃത്തം, ചാപം, ഞാൻ, വ്യാസം, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയും. ചാപം, ഞാൻ, വ്യാസം, വൃത്തം. ദാ ശരിയുത്തരം വൃത്തമാണ്. കാര്യം ചാപവും ഞാണും വ്യാസവും വൃത്തത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ വലിയ ഭാഗമാണ്. വൃത്തത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ചാപം, ഞാണ്, വ്യാസം. ഓക്കെ, ചാപം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ ചെറിയൊരു ഭാഗം, ഞാണെന്ന് പറഞ്ഞാൽ ദാ വൃത്തത്തിൽ വരയ്ക്കുന്ന ഒരു വര, വ്യാസം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന വര. അപ്പോൾ ഇതെല്ലാം ഈ ഞാണും വ്യാസവും ഈ ചാപവും എല്ലാം വൃത്തത്തിൻ്റെ ചെറിയ ഭാഗങ്ങളാണ്. എങ്കിൽ മുഴുവൻ വൃത്തം ദാ വൃത്തമാണ് ഒറ്റയാൻ. പറഞ്ഞാൽ മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കരുതിയിരിക്കണം. ക്ലിയർ ആയി കാണുമല്ലോ. 2D 3D അതുപോലെ വൃത്തത്തിൻ്റെ ഭാഗങ്ങളാണ് ചാപം, ഞാണ്, വ്യാസം. ചാപം മീൻസ് കോഡ്, കോഡ് ഇംഗ്ലീഷിൽ അറിയാവുന്നവരുണ്ടായിരിക്കും. കോഡ്. ഞാണെന്ന് പറഞ്ഞാൽ ചാപം മീൻസ് ആർക്ക് കേട്ടോ, ആർക്ക്. ചാപം ആർക്കാണേ, ചാപം എന്ന് പറഞ്ഞാൽ ആർക്ക്. ഓക്കെ, ചാപം ആർക്ക്. ഞാൻ എന്ന് പറഞ്ഞാൽ കോഡ്, കോഡ്. വ്യാസം മീൻസ് ഡയമീറ്റർ, ഡയമീറ്റർ, ഓക്കെ, ഡയമീറ്റർ. അപ്പം ചാപം എന്ന് പറഞ്ഞാൽ ആർക്ക്, ഞാൻ എന്ന് പറഞ്ഞാൽ കോഡ്, വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. അത് മൂന്നും വൃത്തത്തിൻ്റെ ചെറിയ 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 ഭാഗങ്ങളാണ്. വൃത്തം മൊത്തമാണ്, അതുകൊണ്ട് ദാ ഒറ്റയാൻ വൃത്തമാണ്. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ശരി, ഇതാ അടുത്ത ചോദ്യം. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലമെത്ര? മക്കളെ ഡയറക്ഷൻ, ഡയറക്ഷൻ പഠിക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക്, ഞാനൊന്ന് പറയുന്നത് കേട്ടോണേ, നമ്മുടെ പരീക്ഷയ്ക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. ആ കൂൾ ഓഫ് ടൈമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പിറകിലെ ഏറ്റവും ബ്ലാങ്ക് പേജിൽ, ഏറ്റവും അവസാനത്തെ ബ്ലാങ്ക് പേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കേണ്ട കൂട്ടത്തിൽ ഒരെണ്ണമാണ് ദാ ഇതങ്ങ് വരച്ചു വെച്ചേക്കണം. ഇതങ്ങ് വരച്ചു വെച്ചേക്കണം. എടാ ഡയറക്ഷൻ എന്തായാലും നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാകും എന്ന് കരുതി ദാ ഇതങ്ങ് വരച്ചു വെക്കണം. നമുക്കറിയാം താഴെ തെക്ക്, തെക്ക് സൗത്ത്, മുകളിൽ വടക്ക് നോർത്ത്, വലതുവശം കിഴക്ക്, കിഴക്ക് ഈസ്റ്റ്, ഇടതുവശം പടിഞ്ഞാറ്. കണ്ടോ മക്കളെ, താഴെ സൗത്ത്, മുകളിൽ നോർത്ത്, വലതുവശം ഈസ്റ്റ്, ഇടതുവശം പടിഞ്ഞാറ് വെസ്റ്റ്. ഓക്കെ, താഴെ തെക്ക്, മുകളിൽ വടക്ക്, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ്. ഇനി നമ്മൾ എപ്പോഴും യാത്ര പുറപ്പെടുന്നത് ദാ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട് പോയി. അപ്പോൾ അതാ ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. കിഴക്കോട്ടെന്ന് പറഞ്ഞ മക്കളെ ഇതാ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടാൽ വലത്തോട്ട്, ദാ വലത്തോട്ട്, ദാ ഇങ്ങോട്ട് 5 മീറ്റർ പോയി. ഓക്കെ, ഇങ്ങോട്ട് ഒരു 5 മീറ്റർ പോയി, 5 മീറ്റർ കിഴക്കോട്ടും. തുടർന്ന് നേർരേഖയിൽ തന്നെ മക്കളെ, നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും പോയി. മക്കളെ ലംബമായി ഇതാ ഇവിടുന്ന് ഇവിടെ വന്ന് നിന്ന ആള് ഇവിടുന്ന് ലംബമായിട്ട് 12 മീറ്റർ വടക്കോട്ട്. നമുക്കറിയാം വടക്കോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്, ശരിയല്ലയോ? എടാ ഇവിടുന്ന് വടക്കോട്ട് വരയ്ക്കണമെങ്കിൽ മുകളിലോട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട്, വടക്കോട്ടെന്ന് പറഞ്ഞ മക്കളെ ലംബമായിട്ടെന്നാണ് പറയുന്നത്. ലംബം ഇവിടുന്ന് കറക്റ്റ് ലംബമായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടോ, ലംബമായിട്ട് 12 മീറ്റർ മക്കളെ വടക്കോട്ട് പോയി, 12 മീറ്റർ. എങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള അകലം, ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ
ആദ്യത്തെ സ്ഥാനം ഇവിടെ. ഇത് തമ്മിലുള്ള അകലം എത്ര എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കർണം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് പാദത്തിൻ്റെ വർഗം ദാ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ദാ ലംബത്തിൻ്റെ വർഗം അഥവാ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ 12ൻ്റെ സ്ക്വയർ. എടാ റൂട്ട് ഓഫ് പാദവർഗം അധികം ലംബവർഗം. എടാ റൂട്ട് ഓഫ് പാദവർഗം അധികം ലംബവർഗം എങ്കിൽ മക്കളെ റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. രണ്ടും കൂടെ കൂട്ടുമ്പം മക്കളെ റൂട്ട് ഓഫ് 169. 169 മീൻസ് 13. അതായത് നമ്മുടെ കർണം എന്ന് പറഞ്ഞാൽ 13. 13ൻ്റെ സ്ക്വയർ അല്ല കേട്ടോ. 13ൻ്റെ സ്ക്വയർ എന്ന് വേണമെങ്കിലും പറയാം. സോറി 13. നമ്മുടെ ശരിയുത്തരം 13 ആണ് കേട്ടോ. ഓപ്ഷൻ സി 13 ആണ് ശരിയുത്തരം. ക്ലിയർ, മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. 13 ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ റൂട്ട് 169 എന്ന് പറയണം. റൂട്ട് 169. 13 ഇല്ല എങ്കിൽ ഉത്തരം റൂട്ട് 169 ആയിരിക്കണം. റൂട്ട് 169. ഇവിടെ റൂട്ട് 169 എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഉത്തരം 13. ശരി ഉത്തരം 13 ആണ്. ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ഓക്കെ അല്ലേ? ദാ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പുസ്തകങ്ങൾ ലൈബ്രറി, സിനിമ ഡാഷ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വീണ്ടും ഒരു അനലോഗി ചോദ്യം. പുസ്തകങ്ങൾ ലഭിക്കാൻ നമ്മൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ പോകുന്നത് മക്കളെ ലൈബ്രറിയിലാണ്. എങ്കിൽ സിനിമ കാണാൻ പോകേണ്ടത് ടിക്കറ്റിൻ്റെ അടുത്തല്ല, സംവിധായകൻ്റെ അടുത്തല്ല, നിർമ്മാതാവിൻ്റെ അടുത്തല്ല, തിയേറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ ബി തിയേറ്റർ. കാര്യം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് അത് എഴുതിയ വ്യക്തിയുടെ വീട്ടിലാണോ? അല്ല. അതേപോലെ സംവിധായകൻ്റെ വീട്ടിലല്ല പോകേണ്ടത്. എങ്കിൽ സിനിമ കാണാൻ പോകേണ്ടത് തിയേറ്ററിലാണ്. ഓക്കെ, തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. കണ്ട മക്കളെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും 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 പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യമോ 10th പ്രിലിംസിനകത്ത് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പം പാമ്പ്, പുൽച്ചാടി, തവള, കഴുകൻ, പുല്ലി എന്നൊക്കെ പറഞ്ഞതുപോലെ, അതേപോലെ ജില്ല, സംസ്ഥാനം, വീട്ടു നമ്പർ, പഞ്ചായത്ത് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ക്രമീകരണമാണ് ഈ തന്നിരിക്കുന്നത്. നോക്കിയേ, താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. ഇതിനതിൽ ശരിയായ ക്രമീകരണം നടത്തണം. നമുക്കറിയാം, ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പം അതിൽ നടത്തുന്ന സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകളിൽ ഏതാണ് ശരിയായ ക്രമീകരണം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ശരിയായ ക്രമീകരണം ഏതാണ് മക്കളെ? ശരിയായ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ്. എടാ ഒന്നാമത് വരേണ്ടത് മക്കളെ നിരീക്ഷണം. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നിരീക്ഷണം. നിരീക്ഷണം കഴിഞ്ഞ് അതിനെ വർഗീകരണം അതിനെ വർഗീകരിക്കണം. നിരീക്ഷിച്ച കാര്യങ്ങളെ തരംതിരിച്ച് വെക്കണം. വർഗീകരണം. ഓക്കെ, നിരീക്ഷണം കഴിഞ്ഞാൽ വർഗീകരണം കഴിഞ്ഞ് ആ വർഗീകരണം ചെയ്ത കാര്യങ്ങൾ പല പല ഗ്രൂപ്പുകളാക്കി നമ്മൾ വർഗീകരിച്ച് നോക്കും. അതിനെ താരതമ്യം ചെയ്യണം. താരതമ്യം കമ്പയർ ചെയ്യണം. താരതമ്യം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ നിരീക്ഷിക്കണം. നിരീക്ഷിച്ച കാര്യങ്ങളെ വർഗീകരിച്ചെഴുതണം. വർഗീകരിച്ച കാര്യങ്ങളെ തമ്മിൽ, വർഗീകരണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യണം. ശേഷം അതിനെ അപഗ്രഥിക്കണം. അപഗ്രഥനം. ഓക്കെ, അപഗ്രഥനം. ഏറ്റവും അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേരണം. നിഗമനം. ഇതാണ് ശരിയായ കോഡിങ് അല്ലെങ്കിൽ ശരിയായ ക്രമീകരണം. നിരീക്ഷണം മക്കളെ, നിരീക്ഷണം എത്രാമത്തെയാ? മൂന്നാമത്തെയാ. നിരീക്ഷണം മൂന്നാമത്തെയാ. അപ്പം മൂന്നാമത്തത് വരണോ ആദ്യം? മൂന്നാമത്തത്. വർഗീകരണം രണ്ടാമത്. വർഗീകരണം മക്കളെ രണ്ടാമത്തെയാ. വർഗീകരണം രണ്ടാമത്തെയാ. അടുത്ത താരതമ്യം ഒന്നാമത്തെയാ. താരതമ്യം ഒന്നാമത്തെയാ. അപഗ്രഥനം അഞ്ചാമത്തെയാ. അഞ്ചാമത്തെ. നിഗമനം നാലാമത്തെയാ. ഇതാണ് ശരിയായ ക്രമീകരണം അല്ലേ? 3, 2, 1, 5, 4. 3, 2, 1, 5, 4 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഇതെല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ പഠിച്ചു നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകളെ കൃത്യമായ ക്രമീകരിക്കാൻ പറയും. നമ്മുടെ ഫുഡ് ചെയിൻ പറയും. അതുപോലെ നമ്മൾ കേട്ട് പഴകിയ പല പല കാര്യങ്ങൾ പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതട്ടെ. ഞാൻ മറ്റൊരെണ്ണം പറഞ്ഞോട്ടെ.
മറ്റൊന്ന് പറഞ്ഞോട്ടെ, മരണം. മക്കളെ മരണം. വിദ്യാഭ്യാസം. ജനനം. ശമ്പളം. തൊഴിൽ. ഇങ്ങനെ 4 വാക്കുകൾ അല്ലെങ്കിൽ 5 വാക്കുകൾ എന്ത് പറയും? ഇതിനെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയാണ്. ശരിയായ ക്രമീകരണം നടത്തണം. മക്കളെ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജീവിത ചക്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 5 സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തിൽ ശരിയായ ക്രമീകരണം എന്ന് പറയാമോ? പറ. ഏറ്റവും ആദ്യം എന്താണ്? ജനനം. മക്കളെ ഏറ്റവും ആദ്യം ജനനം. ശരിയല്ലേ? ജനനം. രണ്ടാമത് കൊടുത്തിരിക്കുന്നതിൽ രണ്ടാമത് വിദ്യാഭ്യാസം. അത് തന്നെ, വിദ്യാഭ്യാസം. ശരിയാ? വിദ്യാഭ്യാസം. ശരിയാണോ? വിദ്യാഭ്യാസം. മൂന്നാമത് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മക്കളെ തൊഴിൽ അല്ലേ? തൊഴിൽ. അതിനുശേഷം തൊഴിൽ കിട്ടിയാൽ എന്തായാലും ശമ്പളം കിട്ടും. ശരി, ശമ്പളം എല്ലാം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ വാർദ്ധക്യമാകുമ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം മരണം. ഇതല്ലേ ശരിയായ ക്രമീകരണം? ഇതാണ് മക്കളെ ശരിയായ ക്രമീകരണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ഓരോരോ ക്രമീകരണങ്ങളാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനാര്? 63, 67, 71, 73. 63, 67, 71, 73. ഒന്നുമില്ല, വളരെ സിമ്പിൾ. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അഭാജ്യ സംഖ്യകൾ എന്താണെന്നും അത്യാവശ്യം ഒരു 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്നും പഠിക്കണം. ഓക്കെ, അഭാജ്യ സംഖ്യകൾ എന്താണെന്നും ഒരു 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്നും പഠിക്കണം. അഭാജ്യ സംഖ്യകൾ മക്കളെ, ഇത് അഭാജ്യ സംഖ്യകൾ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ പഠിച്ചോ? 67 ഒരു അഭാജ്യ സംഖ്യ, പ്രൈം നമ്പറാണ്. 71 ഒരു പ്രൈം നമ്പറാണ്. 73 ഒരു പ്രൈം നമ്പറാണ്. 63 ഒരു പ്രൈം നമ്പർ അല്ല, ഒരു കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഭാജ്യം. എടാ, ഇത് അഭാജ്യ സംഖ്യ. ഇത് മാത്രമേ ഉള്ളൂ മക്കളെ ഭാജ്യ സംഖ്യ. നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പോകുന്നവർ മക്കളെ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോകണം. ഏതൊക്കെയാണെന്ന്, എത്ര എണ്ണം ഉണ്ടെന്നല്ല, ഏതൊക്കെയാണെന്ന്. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ എഴുതി വെച്ചിരിക്കാം ഏതൊക്കെയാണെന്ന്. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാം അറിയാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അഭാജ്യ സംഖ്യകൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ മക്കളെ വർഗ്ഗസംഖ്യകൾ പഠിച്ചിട്ട് പോകണം. വർഗ്ഗസംഖ്യകൾ. എടാ, വർഗ്ഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും മക്കളെ 25 വരെ. എടാ, നിങ്ങൾ അഭാജ്യ സംഖ്യകൾ പഠിക്കേണ്ടത് 1 മുതൽ 100 വരെ. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളെ മൊത്തം കാണണം. അതുപോലെ 1 മുതൽ 25 വരെയുള്ള എല്ലാ വർഗ്ഗസംഖ്യകളും പഠിച്ചിട്ട് പോകണം. 1 മുതൽ 25 വരെയുള്ള എല്ലാ വർഗ്ഗസംഖ്യകളും പഠിച്ചിട്ട് പോകണം. മക്കളെ 1 മുതൽ 25 വരെയുള്ള എല്ലാ വർഗ്ഗസംഖ്യകളും പഠിച്ചിട്ട് പോകണം. അതുപോലെ ഘനസംഖ്യകൾ അഥവാ ക്യൂബ് സംഖ്യകൾ. മക്കളെ ഘനസംഖ്യ അല്ലെങ്കിൽ ക്യൂബ് നമ്പർ എന്ന് പറയും. ഘനസംഖ്യകൾ. ഓക്കെ, ക്യൂബ് നമ്പേഴ്സ്. ഘനസംഖ്യകൾ നിങ്ങൾ നിർബന്ധമായിട്ടും 1 മുതൽ 12 വരെയെങ്കിലും പഠിച്ചിട്ട് പോകണം. 1 മുതൽ 12 വരെ. മക്കളെ, ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്തിടുന്നതായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും അഭാജ്യ സംഖ്യകൾ, 1 മുതൽ 25 വരെയുള്ള വർഗ്ഗസംഖ്യകൾ, 1 മുതൽ 12 വരെയുള്ള ഘനസംഖ്യകൾ. ഇവിടുന്ന് മാത്രമേ സ്ഥിരമായിട്ട് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് ചോദ്യം വരാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമാന ബന്ധങ്ങൾ വരാറുള്ളൂ. എടാ, സ്ഥിരമായിട്ട് സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തൽ അല്ലെങ്കിൽ ശ്രേണി പൂർത്തിയാക്കൽ, ശ്രേണിയുടെ അടുത്ത പദം എത്ര, ഇതെല്ലാം ഇവന്മാരെ ബേസ് ചെയ്തുകൊണ്ടാണ് PSC 90% പരീക്ഷകളിലും വരാറുള്ളത്. എടാ, 90% നിങ്ങൾ ഇവരെ നോക്കിയാൽ മതി. ഇവന്മാരായിരിക്കും 90% പരീക്ഷകളിലും ഒറ്റയാനെ കണ്ടെത്തൽ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ശ്രേണി പൂർത്തിയാക്കൽ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ സമാന ബന്ധങ്ങളോ ഏതെങ്കിലും ഒരു ചോദ്യം കണ്ടിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ശരി ഉത്തരം 63ആണ്. അടുത്ത ചോദ്യം, ബന്ധപ്പെട്ട പറജോടി എടുത്തെഴുതുക. ന്യൂമോണിയ, ശ്വാസകോശം. ഞാൻ പറഞ്ഞല്ലോ, രോഗങ്ങൾ ബാധിക്കുന്ന അവയവങ്ങളും പഠിക്കണം മക്കളെ കേട്ടോ. ന്യൂമോണിയ ബാധിക്കുന്ന ശ്വാസകോശം. ഗ്ലോക്കോമ, കണ്ണുടച്ച് പറയാം കണ്ണുകൾ. എടാ, കണ്ണുടച്ച് പറയാം കണ്ണുകൾ. ഗ്ലോക്കോമ ബാധിക്കുന്ന എവിടെയാ? കണ്ണുകൾ. ഓക്കെ, അതേപോലെ ഓരോ അസുഖങ്ങൾ ബാധിക്കുന്ന അവയവങ്ങൾ പഠിക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ അവയവങ്ങൾ പഠിക്കണം. അതേപോലെ ഓരോ അവയവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പഠിക്കണം. ഓരോ അവയവങ്ങളെക്കുറിച്ചുള്ള പഠനം.
നമുക്കറിയാം കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി, ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി, മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി, മുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി, അതേപോലെ നമ്മുടെ ചർമ്മത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡെൻഡ്രോളജി. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. നമ്മുടെ വാർദ്ധക്യമാണ് ജെറൻറ്റോളജി അല്ലേ. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേക്കുക, ക്ഷമിക്കുക, GK അധ്യാപനമല്ല. അപ്പം നമ്മുടെ ഗ്ലോക്കോമ എന്നത് കണ്ണുകളെക്കുറിച്ചുള്ള പഠനമാണ്, കണ്ണുകളെക്കുറിച്ചുള്ള പഠനം. ഓക്കെ, മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? മസ്തിഷ്കം. കരളിനെക്കുറിച്ചുള്ള പഠനമോ? ഹെപ്പറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. മസ്തിഷ്കം എന്താണ്? മസ്തിഷ്കം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? മസ്തിഷ്കം മറന്നുപോയി കേട്ടോ. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജി. ഓക്കെ, ഫ്രിനോളജി. ഫ്രിനോളജി അല്ലേ, ഫ്രിനോളജി ആണെന്ന് തോന്നുന്നു, മറന്നുപോയവരാണ്, ക്ഷമിക്കുക. ഫ്രിനോളജി ആണെന്ന് തോന്നുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഓക്കെ, അടുത്തത് ഫോട്ടോയിലുള്ള പുരുഷനെ ചൂണ്ടിക്കാണിച്ചു മാലതി പറഞ്ഞു, അയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. മാലതിക്ക് അയാളുമായുള്ള ബന്ധമെന്ത്? ഒന്നുമില്ല. മാലതി പറഞ്ഞെന്തുവാ? അയാളുടെ ഭാര്യ, ഒരാളുടെ ഭാര്യ, ഒരാൾ, ഇയാളുടെ ഭാര്യ. മക്കളെ, ഇയാളുടെ ഭാര്യ. അപ്പം ഇതെന്ന് പറഞ്ഞ ഒരു പുരുഷനാ. ഞാൻ അതുകൊണ്ട് ഇയാളെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, റെക്റ്റാങ്കിളിൽ കേട്ടോ. പുരുഷന്മാരെ റെക്റ്റാങ്കിളിലും സ്ത്രീകളെ സർക്കിളിലും വരച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. അയാളുടെ ഭാര്യ, മാലതി പറഞ്ഞ എന്തുവാ? അയാളുടെ ഭാര്യ, ഇയാളുടെ ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ ജനറേഷൻ അല്ലേ, ഒരേ ജനറേഷനാണ്. അപ്പം ഒരേ ജനറേഷനാണ്. അപ്പം ഞാൻ അതുകൊണ്ട് സെയിം ലൈൻ വരയ്ക്കുമോ. എന്നാൽ ഇയാളുടെ അമ്മയെന്ന് പറഞ്ഞാലോ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാലോ ഞാൻ മുകളിലോട്ട് വരയ്ക്കും. കാര്യം ഇയാളേക്കാൾ മുതിർന്ന ജനറേഷൻ ആയതുകൊണ്ട്. എന്നാൽ ഇവിടെ ഇപ്പം ഇയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സെയിം ജനറേഷനാണ്, സെയിം തലമുറയാണ്. അതുകൊണ്ട് സെയിം ആയിട്ട് വരച്ചു, ഒരേ ലെവലിൽ വരച്ചു. ഇനി ഭാര്യ ഒരു സ്ത്രീ ആയതുകൊണ്ട് വൃത്തത്തിൽ വരച്ചു. അയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ അതായത് മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണെന്ന്. മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ ആരാ? മാലതിയാണ്. മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ആര് തന്നെ? മാലതിയ. നാലോചോക്ക്, മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ മാലതിയ. അപ്പോൾ പറ, ഈ ഒരാളുടെ ഭാര്യ, ഇയാളുടെ ഭാര്യ എന്ന് പറയുന്നത് മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ മാലതിയ. അപ്പോൾ ഇയാളുടെ ഭാര്യ എന്ന് പറയുന്നത് ആര് തന്നെ മക്കളെ? മാലതി തന്നെ. ശരിയാണോ? അയാളുടെ ഭാര്യ എന്ന് പറയുന്ന ഈ സ്ത്രീ ആര് തന്നെ? മാലതി തന്നെ. മാലതി പറഞ്ഞ എന്തുവാ? ഇയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ, അതായത് മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ. മാലതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ ആരാ? മാലതിയാ. അപ്പോൾ ഇയാളുടെ ഭാര്യ മാലതി തന്നെ. എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? മാലതിക്ക് അയാളുമായുള്ള ബന്ധം. മാലതിക്ക് അയാളുമായുള്ള ബന്ധം. അയാളുമായുള്ള ബന്ധം എന്താ? ഭർത്താവ്. മാലതിയുടെ ഭർത്താവാണ് അയാൾ അല്ലേ? മനസ്സിലായോ? അപ്പം വരാൻ സാധ്യതയുള്ള കുറേയധികം ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനി നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്കുകൾ പരിചയപ്പെടണം എന്നുകൂടിയാണ് പറഞ്ഞു തന്നത്. ഒരിക്കലും അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.